Hi friends, welcome to my channel Ramya's Tips and Recipe. ഇന്നത്തെ എൻ്റെ റെസിപ്പി പനീർ ബട്ടർ മസാല. ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പനീർ ബട്ടർ മസാലയിലേക്ക് 3 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. 2 തക്കാളി. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. പാൻ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നന്നായി വഴറ്റിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കാം. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഈ മസാല നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മസാല പാനിലിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീറിന് അധികം വേവൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യണത്. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല, ഓപ്ഷണലാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള ഈ പനീർ ബട്ടർ മസാല എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് പനീർ ബട്ടർ മസാല. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.